MP വീരേന്ദ്രകുമാറിന്റെ 4ാം ചരമവാർഷികം കോഴിക്കോട് ആചരിച്ചു. കോഴിക്കോട് നടന്ന അനുസ്മരണ ചടങ്ങിൽ മുൻ കേന്ദ്ര ധനമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവായ പി ചിദംബരം, ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ എന്നിവർ പ്രഭാഷണം നടത്തി. RJD സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ കരുത്തനായിരുന്ന MP വീരേന്ദ്രകുമാറിന്റെ 4ാം ചരമവാർഷികം ആചരിച്ചത്. അനീതിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു MP വീരേന്ദ്രകുമാറിന്റെ ജീവിതമെന്ന് പി ചിദംബരം. Surprising that an order not to cut trees in a forest could have provoked such opposition. It is a matter of great surprise that a chief minister and his cabinet should have asked him to overturn his decision. It is of course no surprise to him who knew Mr. Virendra Kumar that he will resign. He would never accept injustice. ഇന്ത്യ എങ്ങോടെന്ന വിഷയത്തിലാണ് ചരിത്രകാരനും എഴുത്തുകാരനുമായ രാമചന്ദ്ര ഗുഹ പ്രഭാഷണം നടത്തിയത്. നരേന്ദ്രമോദി സമർത്ഥനായ നടനാണെന്നും പിണറായി വിജയൻ ഏകാധിപതിയായ കമ്മ്യൂണിസ്റ്റാണെന്നും വിമർശനം. Narendra Modi has created the greatest personality cult in the history of the world, and you are all quite familiar with that, and I suspect most of you are uncomfortable with that. So let me say no more about that, except to remind you that maybe in this state also you have a cult of personality around your chief minister. Maybe he is a Modi in a mundu. MP വീരേന്ദ്രകുമാറിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെ നിരവധി പേർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു. 24 കോഴിക്കോട്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.